പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു മനുഷ്യനെ കണ്ടോ? കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കഴിയുന്ന മനുഷ്യനാണ്. ഇയാളുടെ പേര് രഘു എന്നാണ്. ഇയാൾ ഒരു തൃശ്ശൂരുകാരനാണ്. കഴിഞ്ഞ 10-30 വർഷമായി കൊല്ലം ജില്ലയിൽ പലയിടത്തും പല ജോലികളൊക്കെ ചെയ്ത് താമസിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനും കൊല്ലം ജില്ലയിൽ താമസമുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ശ്വാസതടസ്സവും അങ്ങനെ പല അസുഖങ്ങളുമൊക്കെയായി ജില്ലാ ആശുപത്രിയിൽ തുടരുകയായിരുന്നു. പോകാൻ ഒരു ഇടം എന്നത് ഇദ്ദേഹത്തിനില്ലായിരുന്നു. ഒടുവിൽ ജില്ലാ ആശുപത്രിയിലെ അധികൃതർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശും ബാബുവും ഷ്യാമും ചേർന്ന് ഇദ്ദേഹത്തെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും കൊല്ലം കടപ്പ മൈനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന സ്നേഹനിലയം കാർമയിൽ സ്നേഹനിലയം എന്ന അഗതി മന്ദിരത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇനിയുള്ള കാലം ഇയാളിവിടെ സുരക്ഷിതനായി കഴിയും. സ്ഥലം എവിടെയാ? തൃശ്ശൂര്. എങ്ങനെ കൊല്ലത്തെത്തിയ? കൊല്ലത്ത് 10-32 കൊല്ലം നിപ്പാട് വന്നതാ. ഇവിടെ എന്താ ജോലി ചെയ്തോണ്ടിരുന്നു? കാർപ്പൻറ്റർ നിരപ്പണി. മദ്യപാനം ഉണ്ടായിരുന്നു? മദ്യപാനം, വീട് വലി, സിഗരറ്റ് വലി ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം സുഖമില്ലാതായി. പോവാൻ എവിടെയും ബന്ധുക്കളെ വീടൊന്നും ഇല്ലേ? ആരുമില്ല. ആരുമില്ലാതായി. കല്യാണം കഴിച്ചില്ല? ഇല്ല, കല്യാണം കഴിച്ചില്ല. കല്യാണ്ടായപ്പോ എല്ലാവരും നമ്മളെ തടഞ്ഞു. കല്യാണ്ടായപ്പോ കളഞ്ഞു. നീ ഇപ്പം ഒരു സ്ഥാപനത്തിലോട്ട് പോവുക അല്ലേ? നീ അവിടെ കഴിയോ? ഈ ബന്ധുക്കളൊക്കെ കാണുകയാണെങ്കിൽ അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഒന്നും പറയണ്ട, ഒന്നും പറയാനില്ല. ഇത്ര നാളെ നമ്മളെ നോക്കിയില്ല. ആവുന്ന കാലത്ത് നിങ്ങൾ അവരെ നോക്കിയിട്ടുണ്ട്. പിന്നെ അതാ നിങ്ങൾ കള്ളം കുടിച്ച് ഇളക്കിയല്ലോ? അല്ലല്ല, നമ്മൾ അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള പോലെ അവർക്ക് നമ്മൾ ശ്രദ്ധിക്കാണ്ട് ജീവിതം പോയി. അങ്ങനെ സംഭവിച്ചതാണ്. എല്ലാം അറിഞ്ഞു വന്നപ്പോൾ രോഗിയാവും ചെയ്തു. ഇനി കള്ളു കുടിക്കാൻ പറ്റത്തില്ല? ഒന്നും പറ്റില്ല, ഒന്നും പറ്റത്തില്ല. ഇനിയിപ്പം എവിടെങ്കിലും എടുത്ത് അടങ്ങി ഒതുങ്ങി നിൽക്കുക ജീവിതകാലം വരെ. ഡിസംബർ മാസം 2-ാം തീയതി അവസാനിക്കാറാവുമ്പോൾ സ്നേഹനിലയത്തിലേക്ക് വീണ്ടും പുതിയ ഒരു അതിഥി കൂടി എത്തുകയാണ്. ക്രിസ്മസിന്റെ ഓർമ്മകളും ചിന്തകളും ധ്യാനങ്ങളും അതുപോലെ നൊയമ്പിന്റെ ആരംഭവും ഒക്കെയായ ഈ സമയത്ത് ക്രിസ്തുദേവനെ എതിരേൽക്കുന്നതായ ഓർമ്മകൾ നിറഞ്ഞതായ ഈ മാസത്തിൽ, തണുപ്പിന്റെ മാസത്തിൽ, നല്ല വലിവുള്ള പ്രിയപ്പെട്ട എന്താ പേര്? രഘു എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനെ വീണ്ടും ഗണേശേട്ടനും ബാബുച്ചേട്ടനും അജിമോനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്യാമും കൂടെ സ്നേഹനിലയത്തിൽ എത്തിച്ചിരിക്കുകയാണ്. സ്നേഹനിലയത്തിന്റെ തണലിൽ വീണ്ടും ഒരു പുതിയ അതിഥി കൂടി വന്നു ചേരുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ശ്ലാഘിക്കുന്നത് ഇത്തരം ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങളെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ഈ വ്യക്തിത്വങ്ങൾ എടുക്കുന്ന, ഇതിനൊപ്പം തന്നെ മനോജ് സാറും ഉണ്ട്. മനോജ് സാറ് പിന്നെ ദൂരത്തോട്ട് ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പം ഇവരുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട്. അപ്പൊ ഇവരുടെ മുമ്പിൽ ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ പലപ്പോഴും ഒന്നുകൂടെ തിരിഞ്ഞു നോക്കേണ്ട ഒരു രീതിയിലേക്കാണ്. അവർക്കൊക്കെ ഒരു കൊച്ചു കൊച്ചു പ്രസ്ഥാനങ്ങളുമായിട്ട് ഇരിക്കുന്നവർ, പോലീസ് ഓഫീസേഴ്സ്, ഹോസ്പിറ്റല്, സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകരെ ഒക്കെ ഇവിടെ ഗണേശേട്ടനെ അറിയാത്തതായിട്ട് ഇപ്പൊ തൽക്കാലം ആരും തന്നെ കൊല്ലം ജില്ലയ്ക്കുള്ളിൽ ഇല്ല. അപ്പോ ആദ്യം ചെല്ലുന്ന വിളിയും അദ്ദേഹത്തിന് തന്നെയായിരിക്കും. വളരെ നിറഞ്ഞ മനസ്സോടും താണ്ട് ഈ പുഞ്ചിരിയോടും കൂടിയാണ് ഈ സമീപനവും കാര്യങ്ങളുടെ നടത്തിപ്പും. അങ്ങനെ വീണ്ടും പ്രത്യേകിച്ചും അജിമോനെ ഈ സ്ഥാപനം പരിചയപ്പെടാനും മുഖാന്തരമായത് ഇവര് രണ്ടുപേരുമാണ്. വളരെ സന്തോഷത്തോടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ആരുമില്ല എന്ന തോന്നലിൽ നിന്ന് ആരൊക്കെയോ ഉണ്ട് എന്ന തോന്നലിലേക്ക് രഘുവിനെയും ഈ പ്രസ്ഥാനം വീണ്ടും ചേർത്ത് വെക്കുകയാണ്. ഒരുപാട് നന്ദി. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ.